നമസ്കാരം. വിഷുമായി സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഹനുമാൻ സ്വാമിയെ കുറിച്ച് അറിയാലേ. രാമായണത്തിലെ പ്രധാന കഥാപാത്രമാണ് വാനരനായ ഹനുമാൻ സ്വാമി. ഹൈന്ദവ വിശ്വാസം മരിച്ച് ചിരഞ്ജീവിയിലെ ഒരാളാണ് ഹനുമാൻ എന്ന് പറയുന്നത്. ശിവൻ തന്നെയാണ് ഹനുമാൻ സ്വാമിയായി അവതരിച്ചത് എന്നും ശിവപുരാണത്തിലെ ദേവി ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്. മഹാബലവനായ വായുപുത്രനാണ് ഹനുമാൻ സ്വാമി. 5 തലകളുള്ള ഹനുമാന്റെ യഥാർത്ഥ രൂപം പഞ്ചമുഖ ഹനുമാൻ എന്നറിയപ്പെടുന്നു. ശ്രീരാമസ്വാമിയുടെ പരമഭക്തനാണ് ഹനുമാൻ സ്വാമി. ശ്രീരാമന്റെ രാമനാമം ചൊല്ലിയിടത്ത് എല്ലായിടത്തും ഹനുമാൻ സ്വാമി പ്രത്യക്ഷനാകുമെന്നാണ് വിശ്വാസം. ഹനുമാൻ സ്വാമിയുടെ ജന്മ നക്ഷത്രം മൂലം ആണ്. സർവ്വ ദുരിതങ്ങൾക്കും ഹനുമത് ഉപാസന ഉത്തമമാണെന്ന് പറയുന്നു. അസാധ്യം എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നേടിയെടുക്കാൻ ഹനുമാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുമെന്നാണ് മറ്റൊരു വിശ്വാസം. കേരളത്തിൽ പൊതുവെ ആഞ്ജനേയ ക്ഷേത്രങ്ങൾ കുറവാണ്. ചില ക്ഷേത്രങ്ങളിലേക്ക് ഉപദേവനായിട്ടും ആഞ്ജനേയ സ്വാമിയെ കാണാറുണ്ട്. ഹനുമാൻ സ്വാമിക്ക് ശനി ചൊവ്വ ദിവസങ്ങളിൽ പ്രാധാന്യമുള്ളതാണ്. ശ്രീരാമജയം എന്ന് എഴുതുന്നത് ഹിന്ദുമതത്തിൽ ഒരു ശക്തമായ ഭക്തിയുടെ ആചാരം തന്നെയാണ്. ഹനുമാൻ ശ്രീരാമന്റെ പരമഭക്തനായതിനാൽ ഈ വാക്കുകൾ എഴുതുന്നത്. ഹനുമാന്റെ അപാരശക്തിയും സംരക്ഷണവും അനുഗ്രഹങ്ങളെ എല്ലാം ഇതിലൂടെ വിളിച്ചോതുകയും ചെയ്യുന്നു. ശ്രീരാമജയം എഴുതുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മനസ്സിനെ ശാന്തമാക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങളെ സംരക്ഷിക്കുകയും പോസിറ്റീവ് വൈബ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഒരു നോട്ട്ബുക്കിൽ ശ്രീരാമജയം എന്ന് എഴുതുക. ഏതൊരു ഭക്തനും ഇത് സാധാരണയായി ചെയ്യുന്നതാണ്. 108 തവണ അല്ലെങ്കിൽ 1008 തവണ എഴുതുന്നതാണ് നല്ലത്. ശ്രീരാമജയം എഴുതുന്നത് മൂലം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങളുടെ മെമ്മറി പവർ വർദ്ധിക്കാനും ഏകാഗ്രത വർദ്ധിക്കാനും ക്ഷമ എന്നിവയൊക്കെ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുകയും ചെയ്യുന്നു. ശ്രീരാമജയം എഴുതുന്ന ഭക്തർ എഴുതുമ്പോൾ ശ്രീരാമനെയോ ഹനുമാൻ സ്വാമിയെ നിശബ്ദമായി അവരുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. എഴുതുമ്പോൾ എപ്പോഴും ശുദ്ധമായ അന്തരീക്ഷത്തോടുകൂടിയായിരിക്കും ശാന്തമായ മനസ്സോടുകൂടിയും എഴുതുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഏത് ആഗ്രഹവും നേടാൻ ഏറ്റവും വലിയ മന്ത്രം തന്നെയാണ് ശ്രീരാമജയം എന്നെഴുതുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും ശ്രീരാമജയം എഴുതുന്നത് മൂലം ഹനുമാൻ സ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഒരു നോട്ട്ബുക്കിൽ 108 തവണ ശ്രീരാമജയം എഴുതുന്ന മൂലം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കാൻ സാധിക്കും. ശ്രീരാമജയം എഴുതിയതിനു ശേഷം അത് മാലയായിട്ട് അടുത്തുള്ള ഹനുമാൻ ക്ഷേത്രങ്ങളിൽ കൊണ്ടു തൂക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത് പൂജാമുറിയിൽ വെച്ച് സൂക്ഷിക്കുന്നതും നല്ലതാണ്. ശ്രീരാമന്റെ അനുഗ്രഹം ലഭിക്കാൻ ഭക്തിയോടുകൂടിയും പൂക്കൾ സമർപ്പിക്കുന്നതും പഴങ്ങളും മധുര പലഹാരങ്ങളൊക്കെ സമർപ്പിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ തന്നെ ശ്രീരാമ മന്ത്രം ജപിക്കുകയോ ശ്രീരാമന് സമർപ്പിച്ചിട്ട് പുണ്യസ്തുതികൾ ചൊല്ലുകയൊക്കെ ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നേടാൻ കഴിയും. എല്ലാവർക്കും ശ്രീരാമജയം എഴുതുന്നത് മൂലം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.